ഞങ്ങളവിടെ ഒരു കുളിമുറിയിൽ പാമ്പ് കയറി വീടിനടുത്ത്. ഞങ്ങൾ 4-5 ഒരു പാട്ടുകാരനും കീബോർഡിസ്റ്റും ഞാനും ഒക്കെ കൊണ്ട് തൃപ്പൂണിത്തുറ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരു കുളിമുറിയിൽ പാമ്പ് കയറിയിട്ട് ഈ ചേച്ചി ഡോറ് തുറന്നപ്പോൾ ഈ പാമ്പ് ആ കുളിമുറിയിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് ഈ വെള്ളം പോണ തൊളയെ കൂടെ പാമ്പ് അങ്ങ് പോകാൻ പോയപ്പോൾ എന്ത് പറ്റും, അവിടെ ഈ സോപ്പ് എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് പാമ്പ് പകുതി ദൂരം അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഈ ജുബ്ബയൊക്കെ കൈ തെറുത്ത് കയറ്റി വയ്ക്കുമല്ലേ, അതുപോലെ പാമ്പിന്റെ പകുതി കുളിമുറിക്കകത്തും തല വെളിയിലേക്ക് ആ പൈപ്പിൽ കൂടെ പുറത്തേക്ക് വിട്ട് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാത്ത അവസ്ഥയിൽ പാമ്പ് നിൽക്കുക. പാമ്പിന് റിവേഴ്സ് ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പം ആ റെസിഡൻസ് അസോസിയേഷൻകാർ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 4 ചെറുപ്പക്കാർ അവിടെ ബാച്ചിലേഴ്സ് കലാപരിപാടിയായിട്ട് താമസിക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഒരു പാമ്പ് കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. കാരണം പാമ്പ് കടിച്ചാലും അവരുടെ ബന്ധുക്കളൊന്നുമല്ല, ഞങ്ങൾ എത്താലും അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ആർക്കും റിസ്ക് എടുക്കാൻ വയ്യ. അപ്പം ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ അളിയും ബിജു എന്ന് പറയുന്ന കമ്പോസർ വായിക്കുന്ന ഒരാൾ, ഇതാണ് നമുക്കിവിടെ ഷൈൻ ചെയ്യാൻ പറ്റിയ സമയം. ഈ റെസിഡൻസ് അസോസിയേഷനിൽ നമുക്ക് നമ്മുടെ വില വാടകയ്ക്ക് താമസിക്കുന്ന ചെറുപ്പക്കാരെന്നുള്ള നിലയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ചെന്നു. അളിയും ബിജുവിനെ മൂപ്പിച്ചേക്കോ, ബിജു പിടിക്കണം, ഞങ്ങളൊക്കെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ബിജു പാമ്പിൻ്റെ വാലെ പിടിക്കുന്നു, വലിക്കുന്നു, കറക്കുന്നു, തുണി അലക്കുന്ന കല്ലിൽ ഒരടി ഇതിനെയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. ബിജു ഇങ്ങനെ ആ വീടിൻ്റെ ബാക്കിൽ കുളിമുറിയിൽ നിന്ന് മുന്നിലേക്ക് വരുമ്പം ബിജു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവൻ ബിജുവിന് പുള്ളി പിടിച്ച കണ്ടോ, അത് മൊബൈൽ ക്യാമറകൾ ബിജുവിന് ചുറ്റും. ഞങ്ങളുടെ ഈഗോ വർക്ക് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. കാരണം കൂട്ടത്തിൽ പോയി ഞങ്ങളങ്ങ് ഷൂ ആയി, ബിജു സ്റ്റാറായി. ബിജു ഈ പാമ്പിനെ കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്തിട്ടിട്ട് എല്ലാവരോടും പുള്ളിക്ക് ഒന്നും അറിയാൻ പാടില്ലെങ്കിലും ചില ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 വയസ്സ് പ്രായമുള്ള ഇന്ന പാമ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പാമ്പ് ഒന്നങ്ങ് അനങ്ങി. ഇപ്പം ഈ വട്ടം കൂടി നിന്ന ആൾക്കാരെല്ലാം കൂടെ എന്ന് പുറകോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ഷൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് ബിജു ഈ പാമ്പിനെ എടുത്ത് കറക്കി ഒരടിയും കൂടെ അടിക്കാൻ പോയപ്പോഴാണ് ഈ മിറ്റത്ത് അഴ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അഴ കുടുങ്ങിയിട്ട് ഈ പാമ്പ് തിരിച്ച് ഇവന്റെ മേത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ട് ഒരു പേടിച്ചിട്ട് അതുവരെയുള്ള സർവ്വ സ്റ്റാർഡവും പോയി ലോക പരാജയമായി പോയി.